മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. 3 അംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. അതേതായാലും നന്നായി. അത് നന്നായില്ലേ? മാസപ്പടി വിവാദത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് യൂണിറ്റുകളുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വണ്ടി എടുക്കട്ടെ മോളെ. മാസപ്പടി വിവാദം ആദ്യമുയർന്നപ്പോൾ എടുത്തുചാടി പ്രതിരോധം തീർത്ത നേതാക്കൾ ഇത്തവണ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത്. രാവിലെ സംസ്ഥാന സമിതി യോഗത്തിലെത്തിയപ്പോൾ മൗനം. ഈ ലോകത്തിലൊരു പോക്കേ പരിശോധിക്കട്ടെ എന്ന് രാവിലെ പറഞ്ഞ ഇ പി ജയരാജൻ ഉച്ചയ്ക്ക് കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. അത് KSIDCയോട് ചോദിച്ചാലേ പറയാൻ പറ്റൂ. ഞാൻ KSIDCന്റെ MD അല്ല. പിന്നാലെ എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസും സമാനമായി പ്രതികരിച്ചതോടെ കൂടിയാലോചന നടന്നെന്ന് വ്യക്തമായി. നമ്മൾ നേരത്തെ കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാം, കാര്യങ്ങൾ നോക്കാം. അതിന്റെ വഴിക്ക് കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പം പറഞ്ഞ അവനൊഴിഞ്ഞു മാറും. സാധാരണ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ആദ്യം ഇറങ്ങുന്ന AK ബാലൻ ഇത്തവണ പ്രതികരിച്ചു. പിന്നീട് പറയാം. ഈ ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നെ. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. അതിനാലാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന പരിച നേതാക്കൾ വീണ്ടും എടുത്തത്. വാർദ്ധക്യ പെൻഷൻ മേടിച്ചിട്ട് വരണ പോലെ ഉണ്ടല്ലോടാ. മന്ത്രി P രാജീവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുചോദ്യമെറിഞ്ഞ് ഒഴിഞ്ഞു മാറി. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആണോ? നിങ്ങൾ ചോദിച്ച എന്താ മറുപടി കിട്ടിയ? അല്ല, ഞാൻ പറഞ്ഞ അതിനെന്ത് മറുപടി നിങ്ങൾ ചോദിക്കാതിരുന്ന എന്താ പറഞ്ഞത്? അതന്നെ മറുപടി എന്ത് കിട്ടി? അല്ല, എന്താ മറുപടി? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ലേ കേൾക്കാൻ പറ്റണ? അല്ല, എപ്പോ ചോദിച്ചു? ആര് ചോദിച്ചു? ഞാൻ പറഞ്ഞിട്ടില്ല. ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ പരാമർശം നീക്കിക്കിട്ടാൻ ഇതുവരെ ശ്രമിക്കാതിരുന്ന വീണ വിജയനും എക്സാലോജിക്കിനും ഇനി നിയമപരമായി തന്നെ മറുപടി പറയേണ്ടി വരും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഇരവാദം ഉയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ധാരണ, ആ ധാരണ മാറ്റിവെക്കണം. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. മുഖ്യമന്ത്രിയുടെ മകൾ 1.25 കോടി രൂപ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. അത് 2 കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് എന്നുള്ള ഇത്രയും കാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പൊളിഞ്ഞുപോയിരിക്കുന്നു. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ